ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. നമുക്കിന്ന് മുൻവർഷത്തെ ഒരു ചോദ്യപേപ്പർ എടുത്തിട്ട് പഠിക്കാം കേട്ടോ. അതിൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസൊക്കെ വെച്ചിട്ട് പഠിക്കാം. സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പഠിക്കുന്ന രീതി വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ കോഴ്സിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് റിവിഷൻ ടൈമിൽ. അല്ലാത്തവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ പഠിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് സ്വയം ഓരോ ഓപ്ഷൻസ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ബെറ്ററായിട്ട് എവിടെയെങ്കിലും ചേർന്ന് പഠിക്കുന്നതന്നെയായിരിക്കും നല്ലത്. നമ്മളുടെ അടുത്ത് ഇപ്പോൾ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേപ്പർ 1-ന് 699 ആണ് ഫീസ് വരുന്നത്. 60 ദിവസത്തെ ക്രാഷ് കോഴ്സിന് 699 രൂപയാണ് വരുന്നത് പേപ്പർ 1-ൽ. പേപ്പർ 2-ന് 1000 വരുന്നുണ്ട്. അപ്പോൾ സമയം കളയാണ്ട് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഓൺ ദ ബേസിസ് ഓഫ് ഡീൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്, എഡ്ഗർ ഡേലാണ് കേട്ടോ. കോൺ ഓഫ് എക്സ്പീരിയൻസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേണിംഗ് മെത്തേഡ് ഈസ് കൺസിഡേർഡ് ടു ബി ദ മോസ്റ്റ് എഫക്റ്റീവ്? ഓപ്ഷൻ: റീഡിംഗ് ടെക്സ്റ്റ്, വാച്ചിങ് സ്റ്റിൽ പിക്ചേഴ്സ്, ലിസൺ ടു ലെക്ചർ, ഡിറക്റ്റ് പേർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്. ഉത്തരം ഡിറക്റ്റ് പേർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു ചോദ്യം വെച്ചിട്ട് തന്നെ ഞാൻ എഡ്ഗർ ഡേലിൻ്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ ഇത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി ആ ഒരു ഒറ്റ ചോദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാനിവിടെ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മാച്ച് ദ ഫോളോയിങ്. ABCD എന്ന് പറഞ്ഞൊരു സെക്ഷനും 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ മാച്ച് ചെയ്യാനാണ് ചോദ്യം. ലിസ്റ്റ് 1-ൽ വരുന്നത് സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, ടെഹ്രി ഡാം കോൺഫ്ലിക്റ്റ്, ചിപ്കോ മൂവ്മെൻറ്റ്. ഇതിൽ നർമ്മദ ബച്ചാവോ ആന്തോളനും ചിപ്കോ മൂവ്മെൻറ്റും ഒക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കാര്യമാണ്. അത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ലിസ്റ്റ് 2-ൽ എഗെയിൻസ്റ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ടൗൺ ഇൻഹാബിറ്റൻസ് ആൻഡ് ദ എൻവയോൺമെൻറ്റൽ കോൺസിക്വൻസ് ഓഫ് ദ വീക്ക് ഇക്കോസിസ്റ്റം, പ്രൊട്ടക്റ്റിംഗ് ദ എവർഗ്രീൻ ഫോറസ്റ്റ് ഫ്രം ബീയിങ് ഡിസ്ട്രോയ്ഡ് ബൈ എ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്, tree hugging, wrapping arms around trees and forest protection, against the large dams being built across the Narmada river. ഇതിൽ തന്നെ നമുക്ക് ഓപ്ഷൻ ഡി ചിപ്കോ മൂവ്മെൻറ്റ് എന്താണ്? ട്രീ ഹഗ്ഗിങ് ആണെന്നറിയാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് നർമ്മദ റിവറിലുള്ള ഡാം കൺസ്ട്രക്ഷനെതിരായിട്ട് വരുന്നതാണ്. അപ്പോൾ ബി എന്നുള്ളത് 4-ലേക്കും ഡി എന്നുള്ളത് 3-ലേക്കുമാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ് എന്നുള്ളത് പ്രൊട്ടക്റ്റിംഗ് ദ എവർഗ്രീൻ ഫോറസ്റ്റ് ഫ്രം ബീയിങ് ഡിസ്ട്രോയ്ഡ് ബൈ എ ഹൈഡ്രോളിക് പ്രൊജക്റ്റ്. നർമ്മദ ബച്ചാവൻ ആന്തോളൻ എന്നുള്ളത് എഗെയിൻസ്റ്റ് ദ ലാർജ് ഡാംസ് ബീയിങ് ബിൽഡ് അക്രോസ് ദ നർമ്മദ റിവർ. ടെഹ്രി ഡാം കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ടൗൺ ഇൻഹെബിറ്റൻസ് ആൻഡ് ദ എൻവയോൺമെൻറ്റൽ കോൺസിക്വൻസ് ഓഫ് ദ വീക്ക് ഇക്കോസിസ്റ്റം. ചിപ്കോ മൂവ്മെൻറ്റ് tree hugging, wrapping arms around trees and forest protection. ഈ ചോദ്യം നമ്മുടെ സിലബസിൻ്റെ എനിക്ക് കുറച്ച് സൗണ്ട് സ്ട്രെയിൻ ആയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് അതൊരു ചെറിയ പ്രശ്നമാണ്. ഓക്കെ, എന്നാലും നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഈ രണ്ടാമത്തെ ചോദ്യം എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്നുള്ള ആ ഒരു സിലബസിൽ കൊടുത്തിരിക്കുന്ന ഏരിയയിൽ നിന്നും ഒന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നുള്ള ഏരിയയിൽ നിന്നാണ്. അപ്പോൾ സിലബസിൻ്റെ തന്നെ ഒരു 70% കവർ ചെയ്തിട്ട് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1-ഉം ലിസ്റ്റ് 2-ഉം കൊടുത്തിട്ടുണ്ട്. ഗാഗ്നെ, പിയാഷെ, വിഗോട്സ്കി, ജോൺ ഡ്യൂയി, ഇവരാണ് ലിസ്റ്റ് 1-ൽ വരുന്ന ആൾക്കാർ. ലിസ്റ്റ് 2-ൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, പ്രാഗ്മാറ്റിസം, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റൽ തിയറി, ഹൈറാർക്കി ഓഫ് ലേണിംഗ് തിയറി. ഇതും ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഗാഗ്നയുടെ ആണ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് തിയറി. ഈ ഗാഗ്നയുടെ തിയറി അറിയാത്തവർക്ക് നമ്മുടെ ലേണേഴ്സ് ഫ്രണ്ട്ലി തന്നെ ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഫ്രീ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടി ഞാൻ കൊടുക്കാം. ദെൻ പിയാഷെ ഏതാണ് വരുന്നത്? പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയാണ് പിയാഷയുടെ. വിഗോട്സ്കിയുടേത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്. ജോൺ ഡ്യൂയി പ്രാഗ്മാറ്റിസും. ഈ 4 പേരുടെയും ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കും. അത് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
ചിലപ്പോൾ ഈ ഗാഗ്നിയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് തിയറിയിൽ ഓരോ സ്റ്റെപ്സ് കൊടുത്തിട്ട് മിസ്സിങ് വൺ ഏതാണെന്ന് ചോദിക്കാം, അതിൻ്റെ ഓർഡർ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാം, അങ്ങനെ പലതരത്തിലും ചോദിക്കും. ഇപ്പോൾ ഒന്നും കൂടി പറയാം. ഗാഗ്നെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് തിയറി, പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി, വിഗോട്സ്കി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, ജോൺ ഡ്യൂയി പ്രാഗ്മാറ്റിസം. നാലാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Education system should be isolated from society and culture. Education has no role in balancing the socio-economic framework of the country. Education is a powerful medium of social change. Without any discrimination, every person should get an equal opportunity for education. സെറ്റ് എക്സാം എഴുതുന്ന എല്ലാവരും അധ്യാപക വിദ്യാർത്ഥികളാണല്ലേ. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒരു ധാരണ, എഡ്യൂക്കേഷൻ എന്താണ് കൺവേ ചെയ്യുന്നതെന്ന് നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഞാൻ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ടീച്ചേഴ്സ് എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ദൈവങ്ങളാണ്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. നമ്മൾ കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല, നമ്മൾ അറിവ് മാത്രം പകരുന്ന ആൾക്കാരല്ല, നമ്മൾ ഫ്രണ്ട് ഫിലോസഫറാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു കുട്ടിയെ മോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഭയങ്കര ദൈവീകമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കോൺസെപ്റ്റുകൾ കാര്യങ്ങളാണ് നമ്മൾ എഡ്യൂക്കേഷനിൽ പഠിക്കുന്നത്. അപ്പോൾ എപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ ഒരു പൊടിക്ക് എഡ്യൂക്കേഷൻ എന്നുള്ളതും ടീച്ചർ എന്നുള്ളതും ഒരു പൊടിക്ക് ഒരു എക്സാജറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് 1 ഓൺലി, ഓപ്ഷൻ ബി 2 ഓൺലി, ഓപ്ഷൻ സി 1 and 2 ഓൺലി, ഓപ്ഷൻ ഡി 3 and 4 ഓൺലി. ഓപ്ഷൻസ് ഒന്നും കൂടി നോക്കാം. ഓപ്ഷൻ 1, എഡ്യൂക്കേഷൻ സിസ്റ്റം ഷുഡ് ബി ഐസൊലേറ്റഡ് ഫ്രം ദ സൊസൈറ്റി ആൻഡ് കൾച്ചർ. സൊസൈറ്റിയിൽ നിന്നും കൾച്ചറിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ട അല്ലെങ്കിൽ ഒതുക്കേണ്ട ഒന്നല്ല എഡ്യൂക്കേഷൻ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, എഡ്യൂക്കേഷൻ ഹാസ് നോ റോൾ ഇൻ ബാലൻസിങ് ദ സോഷ്യോ എക്കണോമിക് ഫ്രെയിംവർക്ക് ഓഫ് ദ കൺട്രി. അതും തെറ്റ്. മൂന്നാമത്തേത്, എഡ്യൂക്കേഷൻ ഈസ് എ പവർഫുൾ മീഡിയം ഓഫ് സോഷ്യൽ ചേഞ്ച്. അത് ശരിയാണ്. നാലാമത്തേതോ, വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ എവറി പേഴ്സൺ ഷുഡ് ഗെറ്റ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ. അതും ശരിയാണ്. അപ്പോൾ 3ഉം 4ഉം ശരിയാണ്. അപ്പോൾ ഈ 3ഉം 4ഉം കറക്റ്റ് എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉത്തരത്തിലുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഓപ്ഷൻ ഡി 3 and 4 ഓൺലി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇതും എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു രീതിയിൽ നിന്ന് ഒരു ഭാഗത്തു നിന്ന് വന്ന ചോദ്യമാണ്. ഇനി 5ാമത്തെ ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് പ്രൊപ്പഗേറ്റഡ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ? റൂസോ, അരബിന്ദോ, രവീന്ദ്രനാഥ ടാഗോർ, പ്ലേറ്റോ. ഈ നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് റൂസോൻ്റെയാണ്. എന്താണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ? നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സ് കുട്ടികൾക്ക് ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലേ. അതായത് ഇതാണ് ആൽഫബറ്റ്സ്, ഇതാണ് കൗണ്ടിങ് നമ്പേഴ്സ്, ഒരു ചെടി എടുക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഇല, ഇതാണ് ഇതിൻ്റെ റൂട്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മറ്റൊരാളുടെ ആവശ്യം ഇല്ല. ഏതൊരു വ്യക്തിയും സ്വയം പഠിക്കണം. അവൻ്റെ ചുറ്റുപാടിൽ നിന്ന് അവൻ സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ് അവൻ്റെ നോളജ് എന്നാണ് റൂസോ പറയുന്നത്. അപ്പോൾ അതാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ. ഈ പറയുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുന്ന സിസ്റ്റം വേണ്ട, ടീച്ചേഴ്സ് എന്ന് പറയുന്ന സിസ്റ്റം വേണ്ട, അങ്ങനത്തെ ഒരു ഏച്ചുകെട്ടലാണ്, ഒരു എക്സ്ട്രാ സംഭവമാണ്, ആഡ് ഓൺ ആണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതൊരു വ്യക്തിയും അവൻ്റെ ചുറ്റുപാടിൽ നിന്ന് അവൻ്റെ നേച്ചറിൽ നിന്ന് പഠിക്കണമെന്നാണ് റൂസോ പറയുന്നത്. അതാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ 5 ചോദ്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. കാരണം എൻ്റെ ശബ്ദം ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല. കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്കും ഒരു ബോറായിട്ട് തോന്നും. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാനിതിൻ്റെ ബാക്കി ക്ലാസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആദ്യം മുതലുള്ള ക്ലാസ്സസ് എല്ലാം കിട്ടും. നമ്മുടെ ക്ലാസ്സിന് നിങ്ങളുടെ ടൈമിനനുസരിച്ച്, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് പഠിക്കാം, നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ജോലിക്ക് പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ പഠിക്കാം, പണിയെടുക്കുന്ന സമയത്ത് പഠിക്കാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓഡിയോ ക്ലാസ് കേട്ട് പഠിക്കാൻ പറ്റും. പിന്നെ കറണ്ട് അഫെയർസും എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.